പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സേവ് ആപ്പ് അതുപോലെ സേവ് കാർട്ട് ഇത് രണ്ടും നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ലിങ്കിലായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ MySaving.in എന്ന വെബ്സൈറ്റിൽ ഗൂഗിൾ ത്രൂ ക്രോം ത്രൂ നമ്മൾ പോകാം. അതാണ് നമ്മുടെ ബിസിനസ് സൈറ്റ്. നമ്മുടെ ബിസിനസ് സൈറ്റ് നമുക്ക് മൈ പേഴ്സണൽ ആപ്പ്, അതായത് MySaving.in ഇത് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിളിൽ ക്രോമിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ മൈ പേഴ്സണൽ ആപ്പ് എന്നുള്ള ഫസ്റ്റ് നമ്മളവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആവും. ആ പേജിൽ നമുക്ക് നമ്മുടെ സേവ് ആപ്പ് എങ്ങനെ ലോഗിൻ ചെയ്യാം, അതായത് സേവ് ആപ്പിൻ്റെ ബിസിനസ് സൈറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു 3 വര കാണും അല്ലേ, വെള്ള വര. ആ 3 വരയിലാണ് ഞാൻ ടച്ച് ചെയ്യുന്നത്. അവിടെ ഹോം, സേവ് ആപ്പ്, പ്രൈസ്, ഡൗൺലോഡ്, കോണ്ടാക്റ്റ്, ലോഗിൻ. അപ്പോൾ ഡൗൺലോഡ് ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ഡൗൺലോഡ് പ്രസ് ചെയ്യാം. അല്ല, നമ്മൾ രജിസ്റ്റർ ചെയ്യാനാണ്, നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമ്മളത് ഓപ്പൺ ചെയ്ത് നമുക്ക് ബിസിനസ്സും നമ്മുടെ കൂടെ വന്നവരും ഒക്കെ കാണണം, നമുക്ക് വരുമാനം എത്രയാണെന്ന് അറിയണം, നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ ലിങ്ക് എവിടെ കിട്ടുമെന്ന് അറിയണം. ഇതൊക്കെ ഈ ഒരു ലോഗിനിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കൂ, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പേജ് എല്ലാവർക്കും കിട്ടണം ആദ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള വഴി അവിടെ തെളിഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈലിൽ തന്നെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് ഓരോ സൂപ്പർ മാർക്കറ്റിലുള്ള ഓരോ ഭാഗങ്ങൾ നോക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ഡിജിറ്റലായിട്ട് ഇങ്ങനെ നോക്കാം. ആദ്യം നിങ്ങൾ ഏത് ആളുടെ മൊബൈൽ നമ്പറിലാണ് കയറേണ്ടത് അവിടെ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്, അത് അല്ലെങ്കിൽ നിങ്ങളിപ്പം പുതുതായിട്ട് അടിച്ചിട്ടുണ്ട്, അങ്ങനെ അവരെ പാസ്വേഡ് മൊബൈൽ നമ്പർ കൊടുത്ത് കയറുന്നു. കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് മേലെ കാണുന്ന ഒരു ലൈൻ കണ്ടോ, ഇവിടെ ആക്റ്റീവ് മെമ്പേഴ്സ് അല്ലാതെ ഫ്രീ ആയിട്ടുള്ളവർക്ക് ഇവിടെ നോ ആക്ടിവേറ്റഡ് എന്നുള്ള ഒരു കാര്യം കാണും. അപ്പോൾ ആക്റ്റീവ് ചെയ്യണം, പൈസ കൊടുത്ത് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡ് ഭാഗത്തൊന്ന് ടച്ച് ചെയ്താൽ മതിയാവും. അവിടെ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസിങ് ഓപ്ഷനിലേക്ക് പോകും. പർച്ചേസിങ് ഓപ്ഷനിലേക്ക് പോകുന്നത് ഇപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, നിങ്ങൾക്കത് ട്രൈ ചെയ്യാം പർച്ചേസ് ചെയ്യുന്നവർക്ക്. ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഡാഷ്ബോർഡാണ്. നമ്മുടെ ബിസിനസ് നടന്നതും മാച്ച് ചെയ്തതൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണും, നമുക്ക് കിട്ടിയ വരുമാനം കാണും. അതിന് പുറമെ നമുക്ക് മൈ പർച്ചേസ് പോയിൻ്റ്, നമ്മൾ ഓരോ ആളെ പുതിയ രജിസ്റ്റർ ചെയ്യുമ്പോഴും പോയിൻ്റുകൾ കയറുന്നു പറഞ്ഞാൽ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ റീചാർജ് വരുമാനം ഇവിടെ കയറിയിട്ട് കാണും. അത് നമ്മൾ റീചാർജ് എത്രത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ റീചാർജ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ കയറി വരും. അടുത്തത് നമുക്ക് നോക്കാൻ പറ്റുന്നത് പർച്ചേസിങ് പോയിൻ്റാണ്. ഇവിടെ പർച്ചേസിങ് പോയിൻ്റ് നമ്മൾ അത്രയും ആളെ ഡൗൺലോഡ് ചെയ്യിക്കുന്നു. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു 500, അതിനുശേഷം ഓരോ ആൾ കടന്നു വരുമ്പോൾ 100 വെച്ച് കയറും. ഇതിങ്ങനെ 800 ആയിട്ടുണ്ട്. ഇവർ 3 പേരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചപ്പോൾ 800 ആയി. അടുത്ത നമുക്ക് നോക്കാൻ പറ്റുന്നത് സേവ് കാർട്ടാണ്, ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം. ഇവിടെ നമുക്ക് എന്തൊക്കെ വരുമാനം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ പറ്റും. നമ്മുടെ കൂടെ വന്നവരാരെങ്കിലുമൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ആ വരുമാനം ഇവിടെ കാണിക്കും. അത് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ. ഇനി നമുക്ക് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യേണ്ടത്, അത് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണം, നിങ്ങൾക്ക് QR കോഡ് വേണോ, കോപ്പി പേസ്റ്റ്, എങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇവിടെ വാട്സപ്പ് ത്രൂ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് ഷെയർ ചെയ്യാം. കണ്ടോ, ഞാനിത് ചെയ്ത് കാണിക്കുകയാണ്. ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ ടച്ച് ചെയ്തിട്ട് വേണം അവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. ഈ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പേജ്, അതായത് ആപ്ലിക്കേഷൻ ഫോം അവിടെ ഓപ്പൺ ആവും.
അവിടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ടൈപ്പ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് അഗ്രി കൊടുക്കാനുള്ള ഒരു ടിക്ക് കൂടി കൊടുത്ത് നമുക്ക് ഓപ്ഷൻ OTP വന്നതിന് ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിളാണ്. അത് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നോക്കാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പോൾ. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പുതിയ ഒരാളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്താൽ മതി. ഇനി അടുത്തത് സ്വന്തം ലിങ്ക് തന്നെ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവരെ ലിങ്ക് ഷെയർ ചെയ്ത് നമ്മുടെ കസ്റ്റമർ മറ്റുള്ളവരുടെ കൂടെയാവും രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി ആദ്യം മുതൽ ഒരിക്കൽ കൂടി ഇനി നമ്മൾ ഒരു ഫാമിലി പാക്ക് എടുത്ത വ്യക്തികളാണെങ്കിൽ ഇവിടെ UR A സ്മാർട്ട് SBO എന്ന് പറഞ്ഞൊരു കണ്ണ് കാണും. ഈ കണ്ണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ 12,000 100% ഗോൾഡൻ പൂളിൽ നിന്ന് ആ ഓട്ടോമാറ്റിക് ഓട്ടോ പൂൾ ഇൻകം വാങ്ങിച്ച വ്യക്തിയാണിത്. അടുത്തത് 60,000-ൻ്റെത് 66.67% ഓപ്പൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് 60,000 കിട്ടാൻ ഇനി കുറച്ച് പോയിൻറ്റുകൾ മാത്രം മതി എന്നാണ്. അപ്പോൾ അതും അവിടെ നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡ് 3 വര കാണും. അവിടെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യാം. എഡിറ്റിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അവരവരെ പ്രൊഫൈലിൽ ഫോട്ടോസും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നോമിനീനെ കൊടുത്തിട്ടുണ്ടോ, നമ്മൾ ആധാർ കാർഡും അപ്ഡേറ്റ് ആയിട്ടുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇമെയിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും. അത് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി സെറ്റ് പൊസിഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും നിങ്ങളുടെ പുതിയ ആളുകൾ വരുന്നതിനനുസരിച്ച് പൊസിഷൻ മാറ്റി പോസ്റ്റ് ചെയ്യാം. ഇനി മൈ ID കാർഡ്, നമ്മുടെ ബിസിനസ് ID കാർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴുത്തിലിട്ട് സൂക്ഷിക്കാൻ പറ്റും. കണ്ടോ, അടിപൊളി ഒരു ID കാർഡ് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഇത്രയും നല്ലൊരു ബിസിനസ് സംരംഭമാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. മൈ ID കാർഡ്, മൈ ബിസിനസ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈ ബിസിനസ് അവിടെ ടച്ച് ചെയ്താൽ മൈ ജീനോളജി കാണിക്കും. ജീനോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഡൗൺലോഡ് ചെയ്ത് ആളുകൾ രജിസ്റ്റർ ചെയ്തത് ആക്റ്റീവ് മെമ്പേഴ്സ് ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീന് ഫ്രീ മെമ്പേഴ്സും ആയിരിക്കും. അതിങ്ങനെ നമുക്ക് എത്രത്തോളം ആളുകളുണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ മൈ ഡയറക്റ്റ് എന്നുള്ള എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് റെഫറലിൽ ലെഫ്റ്റ് എത്ര പേരുണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി റൈറ്റ് എത്ര പേരുണ്ട് എന്നുള്ളത് അതും കാണാൻ പറ്റും. അങ്ങനെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൈ ഡൗൺലൈൻ, നമ്മൾ കൊണ്ടുവരാതെ നമ്മുടെ കൂടെ വന്നവർ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ അത് എത്ര പേരുണ്ടെന്ന് അതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നവരല്ല, നമ്മുടെ കൂടെ വന്നവരെ ID-യിലൂടെ പോയ ആളുകളാണ് ഇതൊക്കെ. അപ്പോൾ അതും നമ്മുടെ സ്വന്തം ID-യും ഒരുമിച്ച് കാണാം. ലെഫ്റ്റ് എത്ര പേരുണ്ട്, റൈറ്റ് എത്ര പേരുണ്ട് അതും അവിടെ കാണാൻ പറ്റും. കണ്ടോ, 2 ഭാഗവും എത്ര പേരുണ്ട് എന്നുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് നോക്കി കാണാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ച് ഫോൺ ചെയ്ത് റീചാർജ് ചെയ്യിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ ഇവരൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടും. അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, നമ്മുടെ ഡൗൺലൈനിലുള്ള ആളുകളെയൊക്കെ. ഇനി മൈ ടീം സമ്മറി, നമുക്ക് എത്ര പേര് രജിസ്റ്റർ ചെയ്തു, എത്ര പേര് ഇനി ആക്റ്റീവ് ഉണ്ട്, എത്ര പേര് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇനി ഇവിടെ കാണാൻ പറ്റുമോ ഈ ആഴ്ച എത്ര പേരെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ മാസം എത്ര പേരെ പുതിയ ആൾ വന്നു, ആക്റ്റീവ് മെമ്പേഴ്സ് എത്ര, ഫ്രീ മെമ്പേഴ്സ് എത്ര എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഓരോന്നും നിങ്ങൾക്ക് നോക്കി പോകാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളെ മേക്ക് മെമ്പറിൽ ആരെങ്കിലും നിങ്ങളെ കൂടെ വന്നിട്ട് എവിടെ നിന്നെങ്കിലും നമ്മളറിയാതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ മേക്ക് മെമ്പറിലാണ് ഉണ്ടാവുക. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്രീയിലേക്ക് ഓട്ടോമാറ്റിക് പോയിക്കോളും. അങ്ങനെ ഓട്ടോമാറ്റിക് ട്രീയിൽ പോയാൽ ഇവിടെ പിന്നെ കാണിക്കില്ല. നമ്മൾ ട്രീയിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ലൈനിൽ കാണാൻ പറ്റും അവരെ. ഇനി നമുക്ക് ഓഫേഴ്സുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും.
അതിൻ്റെ പ്രൊഡക്റ്റുകൾ, പിന്നെ റിപ്പോർട്ട് പോയിട്ട് നമുക്ക് കംപ്ലീറ്റ് കമ്മീഷൻ കാര്യങ്ങളും അച്ചീവ്മെൻറ്റ്, മൈ റീചാർജ് ലെവൽ ഇൻകം, റീചാർജ് വിഡ്രോ, എത്ര പൈസ നമ്മൾ, ഇതൊക്കെ ഓരോന്നോരോന്ന് പേയ്മെൻറ്റ്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സേവ് കാർട്ടിൽ നിന്ന് എത്ര വരുമാനമുണ്ട്, എത്ര പേര് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം നമുക്ക് ഈ ഒരു ബിസിനസ് സൈറ്റിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ കൂടുതൽ സമയം ഇതിന് എടുക്കുന്നില്ല. നിങ്ങൾക്കത് സ്വന്തം ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ടച്ച് ചെയ്ത് സസ്പെൻഡായി പോകാതെ നോക്കിയാൽ മാത്രം മതി. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവരും ബിസിനസ് സൈറ്റ് ഡെയിലി ഓപ്പൺ ചെയ്യുക. അവരവരുടെ ഷോപ്പ് പോലെ ഓപ്പൺ ചെയ്ത് രാവിലെയും വൈകുന്നേരം നമ്മുടെ സ്വന്തം ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ ഓപ്പൺ ചെയ്ത് നിങ്ങളിതൊക്കെ ട്രയൽ നോക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.